പിന്നെ ഷംന എന്തേലും പേര് പേരില്ല ഇല്ല ഷമ്മി പിയാപ്പുള്ള പേര് ഷംന. ഇതുവരെ നമ്മൾ കണ്ടത് സിംഗർ ജലാലിനെ. അതാണ്. ഇനി നമുക്ക് മിമിക്രി ആർട്ടിസ്റ്റ് ജലാലിലേക്ക് കാണാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഒന്നുകൂടി പോയിട്ട് വന്നിട്ടിരിക്കണം. വേണ്ട, ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി. സെറ്റ്. ഡാഡി ഉപ്പ നമ്മൾ എവിടെയാ വന്നിരിക്കണെന്ന് നോക്കിയേ. തിരുവഴി ഇവിടെ നമ്മൾ സിരി ഗ്രാമത്തിൽ വന്നിരിക്കുന്നു. ഇവൾ ഏതാ ഈ മുന്നിലിരിക്കുന്നവള്? മനസ്സിലായില്ലേ? ഇവളുടെ പേരാണ് ഷംന. നിന്റെ ഓരോ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ എനിക്ക് കേറാ. മിഠായിയുടെ കൂടെ പോകുമ്പോൾ നമുക്ക് വ്യാജ കാസറ്റുകൾ വെക്കുന്ന കുറെ തട്ടുകളൊക്കെ കാണാം. കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. 17-ാം രാവത്ത് പതിവായി കാണുന്ന പനിനീരിൻ നിറമുള്ള മോളാണൻ പെണ്ണ്. ആയിക്കോട്ടെ, സന്തോഷമുണ്ട്. രണ്ടാമത് പൂർവാധിക ശക്തിയോട് കൂടി ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മളെ ഒതുക്കിയ ആൾക്കാർക്കുള്ള മറുപടി. തീർച്ചയായിട്ടും. ജലാൽക, ഓരോരുത്തർക്കും വ്യത്യസ്തമായ കുറച്ച് ഒച്ചത്ത് ചോദിക്കുന്നാൽ എനിക്കൊരു വൈബ് ഉണ്ടാവുള്ളൂ. ജലാൽക, ഓരോരുത്തർക്കും വ്യത്യസ്തമായ ശബ്ദമാണല്ലോ അല്ലേ? ജലാൽക്കൻ്റെ എന്ന് പറയുമ്പോൾ അതിന്നും വ്യത്യസ്തമാണ്, കേൾക്കാൻ ഭയങ്കര ഇമ്പമുള്ള. ജലാൽക്കൻ്റെ ശബ്ദത്തിനെ കുറിച്ച് എനിക്ക് എന്താ തോന്നണെന്ന് അപ്പൊ ഞാനും അതേപോലെ പറയണ്ടേ? അപ്പൊ ഞാൻ എന്തായാലും ഒച്ചത്തിൽ പറയും, എന്തായാലും ഒച്ചത്തിൽ പാടില്ല എന്ന് മനസ്സിലായി. വല്ലാത്തൊരു ചോദ്യമാണ്. എന്നെ സംബന്ധിച്ച് അതിൽ ഞാൻ വലിയൊരു സംഭവമായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ അതിന് ഉത്തരം ഞാൻ അവസാനം തരും. അത് ആ ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കേൾക്കണം. ഞാൻ കറക്റ്റ് പറഞ്ഞ് ഞാനൊരു പാട്ടുകാരനല്ല, പിന്നെ ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. ഇപ്പം ഞാൻ പാടിയ പാട്ട് ഫസ്റ്റ് പാടുന്നത് ഇഷ്ടമായിരുന്നെനിക്കു നിന്റേതാകുവാൻ, ഇഷ്ടമായിരുന്നു നിന്റെ സ്വന്തമാകുവാൻ. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ പാടി നടന്ന പാട്ട്. ഞാൻ അന്ന് 10ലാണ്. അത് പാടി. പിന്നെ പാടുന്നത് ബാല്യത്തിൻ കാലം തൊട്ടേ നമ്മളൊന്നായി നടന്നു, വഴിവക്കീൽ എന്നെ വിട്ടിട്ടെന്തേ. അത് പാടി. ഇത് ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മളിപ്പം ഒരു സോങ് കേൾക്കുന്ന സമയത്ത് ആ സോങ്ങിന്റെ ബാക്കിൽ എന്തെങ്കിലുമൊക്കെ കഥകളുണ്ടാവും. ഈ സോങ് ഞാൻ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ആരുടെ കഥയായിരിക്കും എന്നുള്ളത്. ഇത് സത്യത്തില് ഷാഫിയുടെ ലൈഫുമായി ബന്ധപ്പെട്ടുള്ള കഥയാണ്. ഷാഫിയുടെ കുറേ കഥകൾ എനിക്ക് കിട്ടിയാൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഷാഫിന്റെ ജീവിതത്തിലെ ഷാഫിയുടെ ജീവിതാനുഭവങ്ങൾ വരിയാക്കി ഇന്നെ കൊണ്ട് പാടിച്ചതിൽ ഞാൻ ഓൻ്റെ കൈ ഒന്നുകൂടെ മുറുകെ പിടിക്കും. പാട്ടുകാരനാക്കി മാറ്റിയതിന് മുന്നിൽ ഷാഫി തന്നെയാണ്. ഇപ്പം അതിൻ്റെ കളിയാക്കണമുണ്ട്, അക്കാര്യം പറഞ്ഞിട്ട് അന്ന് അങ്ങനെ ചെയ്യേണ്ടില്ലേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ രണ്ടാമത്തെ പാടിയ ഈ പാട്ടാണ്. മൂന്നാമത് പിന്നെ ഞാൻ പാടുന്നത് തരുണി മണി നീ സുമവദനെ മമ സഖിയായി നീ മതി കരളെ, പൂക്കാലം വന്നില്ലേ പൂക്കണി കണ്ടില്ലേ. പിന്നെ പാടിയിട്ടാണ് ഇനി എന്ന് കാണും മോളെ ഞാൻ, മതിയാകുവോളം നിന്നെ ഞാൻ, കരളിൻ്റെ കൂട്ടിലെന്നെന്നും കളിക്കൂട്ടുകാരനിവനുണ്ടോ. പിന്നെ പാടിയത് മുഹമ്മദ് നബി സ്വല്ലല്ലാ തേനൂറും നൂറുള്ള മക്കാമണലാരണ്യഗദൂത ഹാഷിം വംശനിലാവാം. 17-ാം രാവത്ത് പതിവായി കാണുന്ന പനിനീരിൻ നിറമുള്ള മോളാണൻ പെണ്ണ്, നിറയും നീലാവത്ത് ഞാൻ നിന്നിൽ ചേരുമ്പോൾ തളിർച്ചുണ്ടിൽ ഞാനന്ന് ലല്ലലാലാല. 17-ാം രാവത്ത് പതിവായി കാണുന്ന പനിനീരിൻ നിറമുള്ള മോളാണൻ പെണ്ണ്. അങ്ങനെ പാടി 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 വന്നിട്ടാണ് അവസാനം പാടിയത് സ്വർഗത്തിൻ തട്ടിലിരുന്ന് കിന കാണാൻ എന്ത് രസം, കിന കണ്ട നിന്നെ കാണാൻ അതിലും രസം, സ്വർഗത്തിൻ തട്ടിലിരുന്ന്. പിന്നെ ഗാലറീഷൻ്റെ ഷർഫിൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു,
അന്നാദ്യം മുല്ലക്കടവില് ചക്കരമുത്തിനെ കാണുമ്പോൾ എന്തെല്ലാം എൻ്റെ മനസ്സില് മിന്നി മറഞ്ഞൊരു സുന്ദരിയോ. ഇന്നെൻ്റെ മുല്ലയ്ക്കെന്തോ പണ്ടത്തെ പോലെ മണമില്ല, തങ്കത്തിൻ്റെ കാലൊച്ച കേൾക്കുമ്പം കരളിനുള്ളിൽ കുളിരില്ല. സൂര്യനെ പോലെ ചതിയൻ ചന്തുവിനെ പോലെ. ആ പാട്ട് ഷാഫിയുടെ കലാലയൊക്കെ എഴുതിയ ഷഫീഖ് റഹ്മാൻ്റെ വരികളാണ്, ട്യൂണാണ്, ഗാലറി വിഷനാണ് അതിൻ്റെ പ്രൊഡക്ഷൻ, ഷെറഫുമാണ് ആ പാട്ട് പാടാനുള്ളൊരു അവസരം തന്നെ. പിന്നെ അങ്ങനത്തെ കുറേ പാട്ടുകളുണ്ട്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് നേരത്തെ ചോദ്യമാണ്. അതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? ജലാൽക്ക സ്പോട്ടിൽ പാട്ടുണ്ടാക്കും എനിക്കറിയാം. ആ പാട്ടുണ്ടാക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ വരികൾ കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് പാടി നോക്കും. അത് വലിയൊരു മ്യൂസീഷ്യൻ അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുന്ന ആളെന്നുള്ളതല്ല, എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ ശ്രമമാണ്. എനിക്കൊരു വരി കിട്ടുമ്പോൾ ഞാനതെങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. ബേസിക്കലി അതൊരു ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും എനിക്കൊന്നും കേൾക്കണം. ഏതാണ് നേരത്തെ ഞാൻ പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ പണ്ട് ഞാൻ സിനിമ ചെയ്ത സമയത്ത് നമ്മുടെ സിനിമയ്ക്ക് PR വർക്ക്, ഇന്നത്തെ സോഷ്യൽ മീഡിയ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. ഈ PR-മാർ, എഴുത്തുകാർ, അതിന് ആന വെള്ളി നക്ഷത്രം, രാഷ്ട്രദീപിക സിനിമ, അങ്ങനത്തെ പുസ്തകങ്ങളിലൂടെയാണ് ഒരു സിനിമയെ, ഒരു കലാകാരനെ പരിചയപ്പെടുത്തുന്നത്. ഒരു പക്ഷേ അങ്ങനെയുള്ള മാഗസിനിൽ ആദ്യമായിട്ട് ഒരു ആൽബത്തിൻ്റെ ഫോട്ടോയും ഡീറ്റെയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളതാണ്, എൻ്റെ ഷാഫിൻ്റെയൊക്കെയാണ്. അന്ന് നമ്മൾ ഇറക്കിയിട്ടുള്ള വർക്കുകൾ, അതുപോലെ തന്നെ വനിതയിലേക്ക് വന്നിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു സിനിമാ പ്രവർത്തകനെ ഇന്ന് ഇവിടുന്ന് സിനിമ ഞങ്ങളുടെ നെടുന്തൂണായ സിനിഗ്രാമിൽ വന്നപ്പം അഷ്റഫ്ക്കെ കാണാൻ പറ്റിയത്. കാരണം ഞാൻ അന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്, രണ്ടുപേരാ. ഒന്ന് അല്ല, അന്ന് ഈ PR-മാരല്ല ചെയ്തത്. അതിൽ അഷ്റഫ്ക്കയുടെ പേര് എനിക്ക് അന്ന് മൂപ്പര് എന്തുകൊണ്ടാണ് ഞാൻ മറക്കാതിരുന്നതെന്ന് വെച്ചാൽ, ആ ഒരു വ്യക്തിനെ കാണാൻ പറ്റി. പിന്നെ ആങ്കറായിട്ട് ഇരിക്കുന്നത് പിന്നെ ഷംന, എൻ്റെ പേരെന്തേനും ഇല്ല, ഷമ്മി പിയാപ്പിളുടെ പേര് ഷംന. ഷംനനെ കാണാൻ പറ്റി. ഷംനനെയും പരിചയമുണ്ട്, സത്യത്തിൽ എനിക്ക് പരിചയമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മെമ്മറി കാർഡ് അടിച്ചു പോയി, ആ ഡിസ്ക് മാറ്റി വെച്ച ആളാണ് ഞാൻ. അപ്പം അതിൽ ഇനി കണ്ടെത്തും, ഇനി എവിടെ എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഷംനൻ്റെ ഹസ്ബൻഡ് നമ്മുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പറഞ്ഞു തന്നെ. അപ്പോൾ ഞാൻ അഷ്റഫ്ക്കയോട് പാട്ട് 2 വരി എഴുതാൻ വേണ്ടിയിട്ട് ഷംന പറഞ്ഞപ്പോൾ അഷ്റഫ്ക്ക തന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ട്യൂൺ ഇട്ട് തരാം. ജസ്റ്റ് എനിക്കിപ്പോൾ തോന്നിയൊരു സംഭവം. സ്വർഗത്തിൻ കാവാടം ഉമ്മതൻ പാദത്തിൽ കരുണതൻ ഉറവയാ ഉമ്മയുണ്ടേ, താരാട്ടുപാട്ടിലെ തേനൂറും മൊഴികൾ തണലായി എന്നെന്നും കൂട്ടിനുണ്ടേ. സ്വർഗത്തിൻ കാവാടം ഉമ്മതൻ പാദത്തിൽ കരുണതൻ ഉറവയായി ഉമ്മയുണ്ടേ, താരാട്ടുപാട്ടിലെ തേനൂറും മൊഴികളായി തണലായി എന്നെന്നും കൂട്ടിനുണ്ടേ. ഇതിന് ഞാൻ മ്യൂസിക് കിട്ടുന്നൊന്നും പറയില്ല, ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു ഈണം എന്ന് പറയും. അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ഇതുവരെ നമ്മൾ കണ്ടത് സിംഗർ ജലാലിനെയാണ്. അതാണ്. ഇനി നമുക്ക് മിമിക്രി ആർട്ടിസ്റ്റ് ജലാലിലേക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി പോയിട്ട് വന്നിട്ടിരിക്കണോ? വേണ്ട, ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി. സെറ്റ്. വർഷങ്ങൾക്ക് മുൻപ് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ കൊച്ചിയിൽ നിന്നൊക്കെ മിമിക്രി കാസറ്റ് ഇറങ്ങുമ്പോൾ ആദർശൻ്റെ മുഴുത്ത ഭ്രാന്തനാണ് ദിലീപിൻ്റെ. ഓണത്തിനിടയ്ക്ക് പുട്ടച്ചോടം രണ്ടും ഉണ്ട്. അവരാദ്യം ഓണത്തിനിടയ്ക്ക് പുട്ടച്ചോടം, പിന്നെ 2 ടീമായിട്ട് അടുത്ത മാവേലിക്കൊമ്പത്തായിട്ട് മാറി. പക്ഷെ രണ്ടും നമ്മളെ കേരളത്തിനെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച, മലയാളികളെ വർഷത്തിലൊരിക്കൽ ഇത്രയും ആഘോഷിപ്പിച്ച ഒരു വർക്ക് വേറെ ഇല്ല, അന്നത്തെ ഓഡിയോ കാസറ്റുകൾ. അത് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പം അന്ന് മണിച്ചേട്ടൻ്റെ തുഷിമക്കുന്താരമൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇതേപോലെ ആവണല്ലോ പഠിച്ചോനെ. പിന്നെ അബി അമേരിക്കയിൽ നിന്നുള്ള കാസറ്റ്, മിഠായി തെരുവ് കൂടെ പോകുമ്പോൾ നമുക്ക് വ്യാജ കാസറ്റുകൾ വെക്കുന്ന കുറേ തട്ടുകളൊക്കെ കാണാം. കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അന്ന് അതായിരുന്നു, ഈ ഫുട്പാത്തിൽ വ്യാജ കാസറ്റേ കിട്ടുള്ളൂ. കടയിൽ അന്ന് 20 റുപ്യക്ക് വിൽക്കുമ്പോൾ ഇവർ 10 റുപ്യക്ക് കിട്ടും. അത് കുറ്റപ്പെടുത്തിയല്ല, അന്ന് ഞാൻ കണ്ട കാഴ്ചയിൽ അത് വ്യാജ കാസറ്റാണ്, ഡ്യൂപ്ലിക്കേറ്റ്. അതേപോലെ CD-യും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ തലമുറ ഒരു പടം തിയേറ്ററിൽ പോയി കാണാതെ അത് പിന്നെ ടെലിഗ്രാമിലൂടെ കാണുമ്പോൾ അത് വ്യാജ സിനിമയാണ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? ഇല്ല.
അപ്പോൾ അന്ന് മിമിക്രി കാസറ്റ് ഇറക്കാനുള്ള ആഗ്രഹത്തിൽ നിസാറും റഷീദും ഒക്കെ ചേർന്ന് ഓണം ഉണ്ടല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാസറ്റ് ഇറക്കിയപ്പം അതിനകത്ത് കലാഭവൻ സലീം, കലാഭവൻ സതീഷ് ഇവരൊക്കെ വന്നിട്ടാണ് ആ കാസറ്റ് ഇറക്കുന്നത്. അവിടെ നിന്ന് എനിക്കും ഒരു കാസറ്റ് ഇറക്കണം തോന്നിക്കഴിഞ്ഞപ്പം ഒരു വടക്കൻ ബീരാങ്കാക്ക എന്ന് പറഞ്ഞിട്ട് ഞാനും കുവൈത്തിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പാട്ടുകാരനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്, ഷമീർ വെള്ളയിൽ, അവനും ഞാനും കൂടെ ചേർന്ന് പിന്നെ ഷാഹിർ അടക്കപ്പാറ, അതിനകത്തേക്ക് ഞങ്ങൾ ക്ഷണിച്ചത് കലാഭവൻ സലീം, ജയ്മോൻ സേവർ, ഷിയാസ്, സാഗർ ഷിയാസ്. അപ്പോൾ അങ്ങനെ ഒരു മിമിക്രി കാസറ്റ് ചെയ്ത് അതിനകത്ത് ഞങ്ങളാണ് സ്ക്രിപ്റ്റ് ചെയ്ത് ഞാനും ഷമീറൊക്കെ ചേർന്നിട്ട്. പിന്നീട് മിമിക്രി കാസറ്റുകൾ വീണ്ടും ഇറക്കാൻ തുടങ്ങി, അയ്യോ ഇപ്പം തന്നെ വീണേനെ. അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ ഒരു മാപ്പിളപ്പാട്ട് മാർക്കറ്റ് ചെയ്യാൻ കിട്ടി, ജദീദ് എന്ന് പറഞ്ഞിട്ട്. ഈസ്റ്റ് കോസ്റ്റ് ഇറക്കുന്നതിന് മുന്നേ തന്നെ അത് അലി, കൊടുവള്ളിയുള്ള അലി എന്ന് പറഞ്ഞിട്ടുള്ള സുഹൃത്താണ് ചെയ്തത്. അങ്ങനെ മിമിക്രിയിൽ ആരും ചെയ്യാത്ത, അതായത് കോഴിക്കോട് നിന്ന് മിമിക്രി കാസറ്റുകൾ ചെയ്തപ്പം നമുക്ക് സ്റ്റേജിൽ വാല്യൂ കൂടി. പിന്നെ സ്റ്റേജിൽ മിമിക്രി കോമഡി സംഭവങ്ങൾ, അതിൽ ഭയങ്കരമായിട്ട് ഒരുപാട് സ്റ്റേജ് പോയിട്ടുണ്ട്. കോമഡി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ചിരിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ റിക്കവർ ചെയ്തിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ എങ്ങനെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ചിന്തകൾ. അപ്പോൾ അങ്ങനെ മിമിക്രി കലാകാരനായി. പിന്നീട് സ്റ്റേജിൽ നടന്മാരെ സൗണ്ട് എടുക്കാൻ തുടങ്ങി. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എടുക്കാൻ ഇഷ്ടമുള്ളത് ഇന്നസെൻറ്റും ജഗദീൻ്റെ സൗണ്ടാണ്. പിന്നെ ദിലീപിൻ്റെ സൗണ്ട് എടുക്കും, ജയറാമിൻ്റെ സൗണ്ട് എടുക്കും. പിന്നെ അന്ന് മിമിക്രി കാസറ്റ് കേട്ടിട്ടുള്ള സൗണ്ടുകളൊക്കെ എടുക്കും. വേണമെങ്കിൽ ഒന്ന് എല്ലാത്തിലും എടുത്താണ്, നിർബന്ധമാണെങ്കിൽ എടുക്കുക, കാരണം എല്ലാത്തിലും അത് ചെയ്യണതാണ്. സിനി ഗ്രാമത്തിലേക്ക് ഇന്നച്ചനും ജഗതി ചേട്ടനും അതിൽ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവർ സംസാരിക്കുക എന്നുള്ളതാണ്. അതൊരു ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടമായിട്ട് കണ്ടാൽ മതി. ഡാഡി ഉപ്പെ നമ്മൾ എവിടെയാ വന്നിരിക്കണെന്ന് നോക്കിയേ. തിരുവഴി ഇവിടെ നമ്മൾ സിരി ഗ്രാമത്തിൽ വന്നിരിക്കുന്നു. ഇവൾ ഏതാ ഈ മുന്നിലിരിക്കുന്നവള്? മനസ്സിലായില്ലേ? ഇവളുടെ പേരാണ് ഷംന. നിന്റെ ഓരോ ചോദ്യം കേൾക്കുമ്പം എനിക്ക് ഇങ്ങനെ എനിക്ക് കേറാ. ഒരേ സന്തോഷായി. ഇതോ എനിക്കിപ്പോ ആദ്യം ജലാൽക്കാന്ന് പറഞ്ഞ സിംഗറിനെ മാത്രമല്ലേ അറിയുള്ളൂ. പറഞ്ഞു വെച്ചപ്പോ എനിക്ക് കൃഷി വരുന്നുണ്ട്, കെട്ടിയോൻ അവിടെ ഇരിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, സന്തോഷമുണ്ട്. എന്തായാലും പെരുത്ത് സന്തോഷമുണ്ട്. എൻ്റെ വർത്താനം കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്, സീരിയസ് ആണേ. ആണേ, ജലാലും സിനിമയും തമ്മിലുള്ള ബന്ധം എഴുതാൻ ഇഷ്ടമാണ്. പണ്ട് ഏതൊരു മിമിക്രി കലാകാരൻ്റെയും സ്വപ്നമാണ് സിനിമ, അഭിനയിക്കുക എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാട് സംവിധായകനാവുക, എഴുതുക എന്നുള്ളതാണ്. അതിൽ അന്ന് കൂട്ടുണ്ടായിരുന്ന CT കബീറാണ്. നമ്മളൊരു ക്യാമ്പസ് ഫിലിം ചെയ്തിരുന്നു. അതിനകത്ത് ആ സിനിമ കണ്ടിട്ട് പിന്നെ നാദൃശൊക്കെ പടം ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് അവിടുന്ന് പിന്നെ AM നസീർ എന്ന് പറഞ്ഞിട്ടുള്ള സീരിയലൊക്കെ ചെയ്യുന്ന ഡയറക്ടറുണ്ട്, മൂപ്പരത് സിനിമ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് അത് ജോയ് തോമസ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ എടുത്ത് ആ പ്രോജക്റ്റ് വെച്ച് അതിനകത്ത് വിനീതും ഫഹദും നായകനായിട്ട് ആ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോയി. നമ്മൾ കായംകുളത്തിനടുത്ത് ഓച്ചിറയിൽ റിജൻസി എന്ന് പറഞ്ഞ ഹോട്ടലിൽ സ്ക്രിപ്റ്റൊക്കെ എഴുതാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ ഭാഗ്യം കൊണ്ട് ആ പ്രോജക്റ്റ് നടന്നില്ല. പിന്നീട് കോഴിക്കോടുള്ള കുറച്ച് നല്ല സുഹൃത്തുക്കൾ എന്ന് പ്രതീക്ഷിച്ച കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് ആ ഒരു സിനിമ ചെയ്ത് അതിനകത്ത് എനിക്കും ആ പടം നിർമ്മിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് ഹാരിസ് ഭായ്. ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക, സിനിമാക്കാരുടെ ഏറ്റവും മോശമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ആ പടം ചെയ്ത് എന്നതേ ഉള്ളൂ. പക്ഷേ മൊത്തത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫുൾ ടീം നമ്മളെ പറ്റിക്കുകയാണ്, ചതിക്കുകയാണ് എന്നുള്ള ബോധം പിന്നീട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സിനിമ ചെയ്ത് എന്ന് പറയുന്നത് പോലും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു പടം ചെയ്തിട്ടുണ്ട്, അതിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ഗുരുസ്ഥാനത്ത് കാണുന്നത് ദിനേശ് പള്ളത്ത് എന്ന് പറയുന്ന എഴുത്തുകാരനെയാണ്. പക്ഷേ ഇപ്പം ഒരാഴ്ച മുന്നേ ഷാഫിയുമായിട്ട് തിരുവനന്തപുരത്തെ യാത്രയിൽ ഷാഫി വാഴ സിനിമ വന്നപ്പോൾ കാണിച്ചു തന്നായിരുന്നു. ഉറങ്ങുമ്പം എണീപ്പിച്ചിട്ട് കാണുമെന്ന് പറഞ്ഞു. 3 പ്രാവശ്യം തട്ടിയിട്ട് കാണുകയാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഫീൽ തോന്നിയിട്ടുണ്ട്, എൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലൈഫായിട്ട്. പക്ഷെ അന്ന് ഞാൻ അവനോട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഇതിൻ്റെ നമ്മളിരിക്കുന്ന സീറ്റിൻ്റെ ബാക്കിൽ കൈകൊണ്ട് എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്താന്ന് വോയിസ് ഇട്ടില്ല. പക്ഷെ ഞാൻ എഴുതിയത് നോക്കിക്കോ ഞാൻ പടം ചെയ്യും. അതായത് എവിടെയാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത്, എന്താണ് ഞാൻ പൂർത്തീകരിക്കാതിരുന്നത്, അത് എനിക്ക് നല്ല അവസരങ്ങൾ കിട്ടിയാൽ ഞാൻ എഴുതും, പടം ചെയ്യും. അതിനുള്ള തൻ്റെ എനിക്കുണ്ട്. പൂർത്തിയാക്കാൻ പറ്റാത്ത പോയതുമായ എല്ലാ സ്വപ്നങ്ങളും പൂർത്തിയാക്കാൻ പറ്റട്ടെ. പൂർത്തിയാക്കാതിരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ശരി, അങ്ങനെയുണ്ട്. അത് ജസ്റ്റ് ഒരു എയിം മാത്രമാണ്. നടന്നിട്ടില്ലെങ്കിലും സന്തോഷം, നടന്നാലും സന്തോഷം. പക്ഷെ മൂന്നാമതൊരാൾ വന്നിട്ടുണ്ട് അതിനകത്ത്, അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. മൂപ്പർക്ക് താല്പര്യമുണ്ട്, ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെയാണ്. കുറേ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഏതില്? എല്ലാത്തിലും, ഈ ഒരു ഫീൽഡിൽ? ഇല്ല. ഇപ്പം ഷാഫിക്ക അവരൊക്കെ പറഞ്ഞല്ലോ, അത് ഫ്രണ്ട്സുകളല്ലല്ലോ, അവരൊക്കെ നമ്മളെ കൊളീഗ്സ്.
ആ കൂടപ്പിറപ്പുകളെ പോലെ നമ്മൾ ഫീൽഡിൽ ഒരുമിച്ച് അതാ ഞാൻ ടീമാണ്. പറഞ്ഞത്. അപ്പം അതുപോലെ പണി തന്ന ആൾക്കാരുണ്ടാവുമല്ലോ ആ അല്ലേ? ഏതാ കൂടുതൽ, പണി തന്ന ആൾക്കാരാണോ കൂടെ നിന്ന ആൾക്കാരാണോ? നമുക്ക് പണ്ട് കിട്ടിയ പ്രയാസങ്ങൾ, നമ്മളെ ഒതുക്കാൻ ശ്രമിച്ച ആളുകൾ, നമ്മളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾ, അവരൊക്കെ കുറച്ച് കാലം സന്തോഷിച്ച്. പക്ഷെ അവരൊക്കെ വിചാരിച്ചെന്താ വെച്ചാൽ ഒരു മനുഷ്യനെ നമുക്ക് തളർത്താനും തകർക്കാനും കൊല്ലാനും ഒക്കെ പറ്റും, ഇല്ലാണ്ടാക്കാൻ പറ്റും. പക്ഷേ അവനെ സൃഷ്ടിച്ച റബ്ബ് അല്ലേ, ആ റബ്ബിൻ്റെ സഹായം ഇല്ലാതെ ഇപ്പോൾ ഈ ലോകത്തുള്ള മൊത്തം ആളുകൾ വന്നിട്ട് എന്നെ ഒതുക്കാൻ തീരുമാനിക്കുകയാണ്. നമുക്ക് തോന്നും നമ്മൾ ഒതുക്കിയെന്ന്, പക്ഷെ ഒതുങ്ങൂല. അത് പടച്ചോൻ്റെ സഹായം ഉണ്ടെങ്കിൽ, പടച്ചോൻ വിചാരിച്ചാണെങ്കിൽ ഒതുങ്ങുക തന്നെ ചെയ്യും. ഇനിയിപ്പം ഈ ലോകം മൊത്തത്തിൽ ആൾക്കാർ വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് കയറ്റി വിടാൻ ശ്രമിക്കുകയായിരിക്കും, വളർത്താൻ. പക്ഷേ അത് പടച്ചോൻ്റെ സഹായം ഇല്ലാണ്ട് വളർത്താൻ പറ്റില്ല. പക്ഷെ മറ്റവർക്ക് തോന്നും ഓൻ വളർന്നെന്ന്. അതുപോലെയാണ് ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒതുക്കിയ ആളുകളെക്കാൾ കൂടുതൽ ഒരാളുടെ സഹായം ഇല്ലാണ്ട് രണ്ടാമത് പൂർവാധിക ശക്തിയോട് കൂടി ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മളെ പടച്ച റബ്ബ് ഒതുക്കിയ ആൾക്കാർക്കുള്ള മറുപടി. തീർച്ചയായിട്ടും കണ്ണിൻ്റെ മുന്നിൽ തന്നെയുണ്ട്. പറയണ്ട. ഇല്ല, അങ്ങനെയല്ല, കണ്ണിൻ്റെ മുന്നിൽ തന്നെയുണ്ട്. ഏത് സമയത്തും പണി പ്രതീക്ഷിക്കുക. കാരണം പണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെ ഇരുന്നത് ഇന്ന് അൽഹംദുലില്ലാ ചെയ്യാൻ പറ്റും. ഏത് രീതിയിൽ വേണമെങ്കിലും തിരിച്ചടി വെട്ടിയിട്ട് ഇടാൻ പറ്റും. പക്ഷെ ഞാൻ പഠിച്ചതും എൻ്റെ വിശ്വാസം പഠിപ്പിച്ചതും ഉപദ്രവിച്ചവനിക്ക് മാപ്പ് കൊടുത്തിട്ട് അള്ളാൻ്റെ മുന്നിൽ നമ്മൾ വീണ്ടും ക്വാളിറ്റി ഉള്ളവനായിട്ട് മാറുക. നമുക്ക് അവിടെ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ പണ്ട് താഴ്ത്തി അല്ലെങ്കിൽ നമ്മളെ കുഴിച്ചു മൂടി എന്നുള്ളത് ഇത് കാണുന്നവർ കാണുന്നുണ്ടാവും. പക്ഷെ അവർക്കൊക്കെ എപ്പോഴും ഹൃദയത്തിൽ മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു കൊടുത്ത് മാപ്പ് കൊടുത്ത് ആ ഒരു ജീവിതമാണ് ഇപ്പം എൻ്റെ ലൈഫ്. കാരണം അവരോടൊന്നും ഒരു പകയില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് സിനിഗ്രാമിൻ്റെ നന്ദി. സൈനിങ് ഓഫ് ഷംന ഷിമി. എന്നിട്ട് ഞാൻ അങ്ങോട്ട് എണീച്ച് പോവാ. ഞാൻ പറയണ്ടേ, സൈനിങ് ഓഫ് ഷംന ഷിമി. ഞാനും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് സിനിഗ്രാം എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ ഇൻ്റർവ്യൂക്ക് വിളിച്ചതിൽ. ഒരുപാട് സന്തോഷം. മുത്തുക്ക, ബഷീർ ഭായ്, പിന്നെ ഒരുപാട് വർഷത്തിന് ശേഷം കണ്ട അഷ്റഫ് ക. അതിനുപരി ഒരു ട്വിസ്റ്റ് കിടക്കുന്നുണ്ട് ഇതിനകത്ത്. ഞാൻ ഈ ഇൻ്റർവ്യൂക്ക് വരാൻ കാരണം പറയാം. അല്ലല്ല, ഇവിടെ ഇത് തള്ളാണ്. ഷംനനെ വർഷങ്ങൾക്ക് മുന്നേ പരിചയമുള്ളതാണ്. പിന്നെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു മിമിക്രി കലാകാരൻ്റെ കമറുക്കൻ്റെ കമറു എന്ന് പറയുന്ന കലാഭവൻ ചേട്ടൻ്റെ അപരനായിട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കലാകാരൻ്റെ ചേട്ടത്തിൻ്റെ മകളാണ്. അപ്പോൾ എന്തായാലും കുറേ വർഷത്തിന് ശേഷം കാണാൻ പറ്റിയ ഒരുപാട് പേര്. ഇനി ട്വിസ്റ്റ് പറയാം. ഞാൻ ഈ പരിപാടിയിൽ വരാൻ കാരണം മുത്തുക്കനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അത് ഞാൻ കേൾക്കാൻ തുടങ്ങിയത് എനിക്കും ഷാഫിക്ക് ചങ്കായിട്ടുള്ള ഒരു സുഹൃത്തുണ്ട്, 2 പേര് ഇരട്ട സംവിധായകർ. അന്നത്തെ സിനിമാ സംവിധായകരുടെ ഒരു വാല്യൂ ആണ് അവർക്ക്. പെരിന്തൽമണ്ണക്കാരാണ്, നൗഷു ഷമീർ എന്ന് പറയും. അതിൽ നൗഷു ആണ് ഇപ്പോൾ ഒരു ക്യാമറ ചെയ്യണത്. ഇന്ത്യൻ ഷാഫിനെയൊക്കെ ഒരുപാട് വേദികളിൽ കൊണ്ടുപോയ, എന്നാൽ ഒരുപാട് ആൽബങ്ങളിൽ ഞാനൊക്കെ ക്ലിക്കാവുന്നതിന് മുന്നേ എന്നെ അഭിനയിപ്പിച്ച് ഇന്നും ആളുകൾ തിരയുന്ന ഒരു ആൽബത്തിൻ്റെ സംവിധായകനാണെന്ന് തോന്നുന്നു. മറ്റേ വിനീത് പാടിയ മുഹബത്തിൻ കെസ്സുപാടും തേനീശലിൻ പൈങ്കളി. അപ്പോൾ എന്തായാലും ഇതിലേറ്റവും ഒരു ബിഗ് താങ്ക്സ് നൗഷു ഷമീറിലെ നൗഷു എന്ന് പറയുന്ന എൻ്റെ ജ്യേഷ്ഠതുല്യന് നമ്മൾ കാണുന്ന, ഞാനും ഷാഫിയൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമ്മുടെ ലൈഫിൽ ഒരിക്കലും മറക്കാത്ത 2 ആളുകളിൽ പെട്ടവരാണ് ഈ നൗഷു. അപ്പോൾ പ്രതീക്ഷിക്കാത്ത കുറേ അനുഭവങ്ങൾ തന്ന്, പിന്നെ എനിക്ക് പരിചയമില്ല എന്ന് ഞാൻ വിചാരിച്ച ഒരാൾ എന്നെ അറിയുമെന്ന് ചോദിച്ചിട്ട് പണ്ടത്തെ പരിചയത്തിലുള്ള ആളാണെന്ന് പറഞ്ഞപ്പം അതൊരു ട്വിസ്റ്റാണ്. അപ്പം ടോട്ടലി പിന്നെ ഹസ്ബൻഡിനെ പറഞ്ഞല്ലോ, ഹസ്ബൻഡ് നമ്മളെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ തരംഗമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു ഇൻ്റർവ്യൂവിലൂടെ വന്നപ്പം പുതിയ വിശേഷങ്ങൾ പറയാൻ പറ്റിയതിൽ നിങ്ങളോടെല്ലാവരോടും ഒരുപാട് കടപ്പാടുണ്ട്, സന്തോഷമുണ്ട്. താങ്ക് യു. പുതിയൊരു ഹിറ്റ് പാട്ട് തന്നതിന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഞാൻ നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ, സൽമാൻ അയിരൂർ. അപ്പം ഒരുപാട് സന്തോഷം. ഞങ്ങളെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുകയും കമൻറ്റൊക്കെ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം കൊണ്ട് ഒരുപാട് സന്തോഷം. താങ്ക് യു. വെൽക്കം.